ഇതെന്നാ നോക്കട്ടെ അയ്യോ നിങ്ങൾ എല്ലാവരും കൂടെ നോക്കിയെന്ന് പഴയ ആൽബമാണോ? ഇതെന്നാന്നറിയാമോ ഈ സംഭവം? എല്ലാവരും കൂടെ ഒളിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുന്നേ. ഇതെൻ്റെ അമ്മച്ചിയുടെ അനിയത്തി, അടുത്ത അനിയത്തി, ഒരനിയത്തി ഫോൺ കിട്ടി വിളിച്ച് അങ്ങോട്ട് പോയി. അമ്മയുടെ മൂത്ത ചേച്ചിയുടെ മകള്, ഇവരെല്ലാവരും നാട്ടിൽ നിന്ന് വന്നതാണ്. എറണാകുളം സൈഡിൽ, തൊടുപുഴ സൈഡിൽ നിന്നൊക്കെ വന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും ഒന്ന് ഇടുക്കിയിൽ വെച്ച് ഒത്തുകൂടിയാക്കുവാണ്. പഴയ കാലത്ത് ഒരു ആൽബം നോക്കുന്ന ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ദേ വയനാട്ടിലുള്ള അമ്മയുടെ അനിയത്തിയാണ്. നല്ലൊരു പാട്ടുകാരിയാണ്. ഇതിനു മുമ്പ് പല പാട്ടുകളുമൊക്കെ ഓൺലൈനിലൊക്കെ പാടിയിട്ടുണ്ട്. നമുക്ക് ഈ ഒരു വീഡിയോയ്ക്കകത്ത് ആ പാട്ടും കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് കാണുന്ന ആൽബമൊക്കെ നോക്കട്ടെ. വളരെ ആകാംക്ഷയോടെ നോക്കുന്ന ഭാഗങ്ങളാണ് കാണുന്നത് കേട്ടോ. ഇതുകൊണ്ട് ഇത് ഞാൻ അങ്ങനത്തെ ഫോട്ടോ അമ്മ എൻ്റെ അമ്മോ ഇവിടെ വെച്ചിട്ട് ഞാൻ ഇങ്ങനെ കൊച്ചിനടുത്തോണ്ട് ഇങ്ങനെ അതെ ഇതാരാന്നറിയില്ല. നല്ലത് ആരാ ഷേപ്പാട് നിങ്ങക്ക് ആർക്കുന്നതില്ലേ? ഇത് ഞാനാ. ആണോ? ഞാനല്ലേ ഞാനത് ഞാനാ. എന്റെ മുടി ഇങ്ങനെ ബോബ് ചെയ്തിട്ടിരുന്നായിരുന്നു +1 പ്രീ ഡിഗ്രിക്ക് പഠിച്ചപ്പോ. ഇത് ഗീതയുണ്ടോ? അറിയാം. ചിന്നമ്മ ഇത് ആഷില്ല. അതുകൊണ്ടോ ഇവിടെ മോച്ചാലുണ്ട് ആഷില്. ഇത് ഗീതയും സാബു കല്യാണത്തിന് എടുത്തത്. ഇത് ഞാനും ഒപ്പിച്ച് ചിന്നമ്മ ബ്ലറായി കൊറേയൊക്കെ നരച്ചു പോയി. ഇത് രണ്ടാമത് വന്നിട്ട് വേറെ ആൽബത്തിൽ പറിച്ചു ഒട്ടിച്ച ശരിയാക്കിയതാ. ഞങ്ങള് ടൂർ പോയപ്പോ മധുരയ്ക്കും കല്യാണം കഴിഞ്ഞു മിനിയുടെ ഗീതയുടെ സാബുവിന്റെ കല്യാണം കഴിഞ്ഞു പോയപ്പോ ഞങ്ങൾ എല്ലാവരുടെ പോയി എടുത്തതാ. ഇതൊക്കെ എവിടെ പോയിരുന്നു? പളനി മധുര. ഇതാരും പോയത് ഇവിടെ ഞാൻ തേക്കടിക്ക് പോയതായിരുന്നു അവന്റെ എല്ലാത്തിലും. ശോഭന ഇത് ശോഭന ഞാനാ. ഇത് അതാണ് പറഞ്ഞ ശോഭന കടലാശിയമ്മ. താത്തൻ ഇത് ചെല്ലപ്പൻ. ഇത് അടുത്തതായിട്ട് പിടിച്ചില്ലേ? ഇതാണ് ഏറ്റവും ഇളയ ആള്. അമ്മയുടെ ഏറ്റവും ഇളയ അനിയത്തിയാണിത്. തറവാട്ടിൽ നിൽക്കുന്ന ആളാണ്. എല്ലാവരും കൂടി ഇവർ 3 അനിയത്തിമാരും ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകളും കൂടി എല്ലാവരും കൂടി ഒത്തുകൂടിയിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഇവരിപ്പോൾ വളരെ സന്തോഷത്തിലാണ്. പഴയ കാലത്തെ ആൽബമൊക്കെ അയവിറക്കിക്കൊണ്ട് ഇരിക്കുകയാണ്. ഷീലയാണ്, സിനിമാ ഷീലയാണ് എന്നൊക്കെ പറഞ്ഞ് പല മധുവാണ് എന്നൊക്കെ പറഞ്ഞ് പല കമൻറ്റുകളൊക്കെ പറഞ്ഞ് നല്ല രീതിക്ക് പോവാണ്. വളരെ സന്തോഷത്തോടു കൂടി ഇവർ എല്ലാ കാര്യങ്ങളിലും ഇതുണ്ടതേ സോമനെ പോലെ ഇരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. കല്യാണം അവളെ പോയിട്ടുണ്ട്. കല്യാണം കഴിഞ്ഞ് വന്ന് എടുത്ത ഇവിടെ ഇടുക്കിയിൽ എൻ്റെ ചേച്ചിയുടെ വീട്ടിൽ ഞാൻ വന്നതാണ്. എൻ്റെ അനിയത്തിമാർ 2 പേരും എൻ്റെ വലിയ ചേച്ചിയുടെ മകളും ഞങ്ങൾ എല്ലാവരും കൂടെ ഇവിടെ വന്ന് ഒത്തുകൂടി ഞാൻ സന്തോഷത്തോടെ എല്ലാ ഫോട്ടോയും കണ്ട് സന്തോഷത്തോടെ ഇവിടെ ഇരിക്കുകയാണ്. ഞാൻ വയനാട്ടിലാണ്, ഇടുക്കിയിലോട്ട് വന്നതാണ്. പാട്ടൊക്കെ പാടൂലേ? പാട്ടും
പാടും. പാട്ട് പാടും. ഇതാരൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തേ ചേച്ചി ഇടത്തിയൊക്കെ? ഇടുക്കിയിൽ ഇവിടെയുള്ള ചേച്ചി ഇത്. ആ, രണ്ടാമത്തെ ചേച്ചി ഏറ്റവും മൂത്ത ചേച്ചിയുടെ മകളാണ് അത്. ഏറ്റവും മൂത്ത ചേച്ചി മരിച്ചുപോയി. അതെ, ഏറ്റവും മൂത്ത ചേച്ചി മരിച്ചു, എൻ്റെ മകളാണ് അത്. രണ്ടാമത്തെ ചേച്ചിയാണ് ഇത്. മൂന്നാമത്തെ ആണ് ഞാൻ. നാലാമത്തെ പിന്നെ നാലാമത്തെ ഇത്, അഞ്ചാമത്തെ അത് ഏറ്റവും സോമനൊക്കെ അറിയാം. നിങ്ങൾ എത്ര അനിയത്തിമാരായിരുന്നു മൊത്തം? 6 പേരിൽ 2 പേര് 4 പേര്. ഏറ്റവും മൂത്തും പോയി, ഇത് മരിച്ചുപോയി. ഞാൻ ഇതും സോമന, ഇത് മരിച്ചുപോയി. 2 പേര് പോയി. ഏറ്റവും മൂത്തവും പോയി, മൂന്നാമത്തെ പോയി, പോയി. നാലാമത്തെ 6 പേരായിരുന്നു. വരച്ചു വെച്ച് തന്നെ അങ്ങനെ വീശില്ല. ഇടയ്ക്ക് വന്നു, ചേച്ചിയുടെ വീട്ടിൽ വന്നു. എല്ലാവരും കൂടെ സന്തോഷമായിട്ട് ഇവിടെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടില്ല. എൻ്റെ മകൻ ഇവിടെ ഇടുക്കിയിൽ കേന്ദ്ര വിദ്യാലയത്തിൽ ജോലി ചെയ്യുന്നു. അപ്പോൾ മോൻ്റെ അടുത്ത് ഞാൻ വന്നതാണ്. വന്നപ്പോൾ ഇവിടെ ചേച്ചിയുടെ അടുത്തും കൂടെ വന്നു. റിട്ടയർഡായപ്പോൾ എടുത്ത കൂടി ഒന്നിച്ചിരുന്നു. ഇതാ പിടിച്ചേ ഉണ്ടോ, ഇത് ചെണ്ടൊക്കെ പിടിച്ചിരിക്കുന്നുണ്ടോ? അന്ന് റിട്ടയർഡായപ്പോൾ എടുത്ത മാമാട്ടി ഇരിക്കുന്നത്. മാമാട്ടിയും കെട്ടിയവനും കൊച്ചു. ആ ഫോട്ടോ പ്രിന്റ് എടുത്തല്ലേ? ക്ലിയർ ഓർപ്പിരുന്നോളെ. ഇത് ഞാൻ ഇത് ചാച്ചി ചേച്ചി, ഇത് ഞാൻ എൻ്റെ ഇളയ കൊച്ചിന് വന്നു. ഇത് വെച്ചണ്ടി, ഇത് മാധവി. അന്നത്തെ ഫാഷൻകാരി നോക്കി ഞാൻ അന്നേരൊക്കെ ഫോട്ടോ എടുക്കുന്ന നേരത്തെ മാലയൊക്കെ ലോക്കറ്റ് ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പുറത്തേക്ക് എടുത്തിട്ട് അപ്പച്ചി എന്തുണ്ട് കണ്ണും മഴിച്ചിരിക്കണമെങ്കിൽ. ഞങ്ങളിവിടെ ചേർത്തി എനിക്കും എല്ലാം കൂടെ ഒത്തുകൂടി എൻ്റെ സന്തോഷം കൊണ്ട് ഒരു പാട്ട് പാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. എൻ്റെ കൂടെ പാടുന്ന എൻ്റെ ചേച്ചിയുടെ മകളാണ്. ഞങ്ങൾ രണ്ടുപേരും കൊണ്ട് പാട്ട് പാടാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, ഇഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, ഇഞ്ചിരിയിലലിയുന്നു ജീവരാഗം, താരകയോ നീലത്താമരയോ നിൻ താരണി കണ്ണിൽ കതിർജൊരിയോ, സ്വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ എൻ മാനസത്തിൽ പ്രേമമതു പകർന്നു, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയുന്നു ദാഹമേഘം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, സ്വർണ്ണമോഹമോ പോയ ജന്മപുണ്യമോ നിൻ മാനസത്തിൽ പ്രേമമതു പകർന്നു, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, മാധവമോ നവഹേമന്തമോ നിൻ മണിക്കവിൽ മലരായി വിളർത്തിയെങ്കിൽ, തങ്കച്ചിപ്പിയിൽ നിന്റെ തേനലർച്ചുണ്ടിൽ ഒരു സംഗീത ബിന്ദുവായി ഞാനുണെങ്കിൽ, ചന്ദ്രികയിലലിയുന്നു ചന്ദ്രകാന്തം, നെഞ്ചിരിയിലലിയുന്നൻ ജീവരാഗം, നീലവാനിലലിയും ദാഹമേഘം, നിൻമിഴിയിലലിയും ജീവമേഘം. ഒരു പാട്ടും കൂടി ഞങ്ങളൊന്ന് പാടാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. പാടുന്നത് ഓമന. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം, മഞ്ഞു തുള്ളികൾ തഴുകിയൊഴുകും മധുരഹേമന്തം, പ്രിയയോ
കാമശിലയോ നീയൊരു പ്രണയഗീതകമോ നീ എന്ന് പറയാൻ പറ്റില്ല. ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ഗാനമേ നിൻരാഗഭാവം താമരത്തനുവായി ഇടവിട്ടുണരും ഇതളിട്ടുണരും താളലയങ്ങൾ ഈറൻ പൂന്തുകില രതിയോ രാഗനി നദിയോ നീ സുഖ രംഗസോപാനമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം ഓമനേ നിൻ മന്ദഹാസം പൂനില കുളിരായി കുങ്കുമമണിയും ലോലക പോലും കുങ്കുമമണിയും ലോലക പോലും സന്ധ്യാമലരിതളായി മധുവോ പ്രേമനിധിയോ നീ സുഖ സ്വർഗവാസന്തമോ ചന്ദനത്തിൽ കടഞ്ഞെടുത്തൊരു സുന്ദരീ ശില്പം. സൂപ്പർ. നീ പഴയ പാട്ടൊന്നും നിനക്കറിയില്ല?